ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു തുണിമില്ലാണ്. സേലത്തിനടുത്തുള്ള സടയംപാളയം എന്നൊരു ഗ്രാമമാണിത്. ഇവിടെ വന്ന് കറുപ്പ് മുണ്ട് വെള്ള മുണ്ടുമാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പറയുന്നവർക്ക് മാത്രം കളർ മുണ്ട് ചെയ്തു കൊടുക്കും. എൻ്റെ സപ്പോർട്ടിനായിട്ട് നാത്തൂനും കൂടെയുണ്ട്. ഇവർക്ക് വന്ന് ഡിസംബർ നവംബർ ജാനുവരിയിലൊക്കെ വന്ന് നിറയെ ബ്ലാക്ക് മുണ്ടിന് വന്ന് നല്ല സെയിലുണ്ടെന്ന് പറഞ്ഞു. കാരണം സ്വാമിമാരുടെ സീസണാണല്ലോ. ഇത് ഇവിടെ രണ്ട് സൈഡിലും വന്ന് വെള്ള മുണ്ടും കറുപ്പ് മുണ്ടുമാണ് ഓടിയിട്ടേ ഇരിക്കുന്നത്. ഇവിടെ വന്ന് കുറേ വെള്ളമുണ്ടും കളറുമുണ്ടെല്ലാം നെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് അടുത്ത അയണിങ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇത് പുതിയതുപോലെ ആകും. ഇത് മെഷീൻ നൂല് ചുറ്റുന്ന ഇടമാണ്. ഈ ചേട്ടനോട് കുറേ ഡൗട്ടുകളെല്ലാം ചോദിക്കുമ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ ഈ മെഷീൻ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വരുന്നതിന് മുന്നെയാണ് ആ മെഷീൻ ഓടിയിട്ടിരുന്നത്. ഈ മെഷീൻ ഇപ്പം ചേട്ടൻ പറഞ്ഞു ഞങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ട് ഓടുന്നുണ്ട്, മെഷീൻ ഓടിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫേവറേറ്റ് ആയ സാരി സെക്ഷനാണ് ഇത്. ഇത് പട്ടുസാരിയാണ്. ഇതിങ്ങനെ നെയ്യണമെങ്കിൽ നല്ലതുപോലെ കഷ്ടപ്പാടാണ്. രണ്ട് കൈയും ഒരേ സമയത്ത് വേല ചെയ്താൽ മാത്രമേ ഒരു സാരി നെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. നൂലിങ്ങനെ ടൈറ്റായിട്ട് കെട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോഴാണ് പറഞ്ഞത് സാരി മടക്കുന്ന എങ്ങനെയാണെന്ന് നീ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ സാരി മടക്കുന്ന കാണിച്ചു തരികയാണ്. നമ്മൾക്കിത് യൂസ്ഫുള്ളാണ്. കാരണം നമ്മുടെ അലമാരിയിൽ നല്ല നീറ്റായിട്ട് സാരി ഇങ്ങനെ മടക്കി വെക്കാം. ഇത് ഓരോ സെക്ഷനും നല്ലതുപോലെ ടൈറ്റായി വലിച്ചു പിടിച്ചാണ് ഇവർ മടക്കുന്നത്. ഫസ്റ്റ് നോക്കുമ്പോൾ നിറയെ ഇങ്ങനെ മടക്കുകളെല്ലാം കാണുന്നുണ്ട്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒന്നും കാണുന്നില്ല. കാരണം അവരാ ലാസ്റ്റ് കണ്ടോളൂ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സാരിയെല്ലാം ഇങ്ങനെ മടക്കി പാതി ആയപ്പോഴത്തേക്ക് അവരെഴുന്നേറ്റ് പോയി രണ്ട് പൈപ്പ് എടുത്തിട്ട് വന്നു. ഞാനിപ്പോൾ ഓർത്ത് ഈ പൈപ്പ് എന്തിനാന്ന് ഓർത്തു. നല്ലതുപോലെ വലിച്ചു പിടിക്കുന്നുണ്ട്. ഇപ്പം കണ്ട സാരിയുടെ മടക്കെല്ലാം മാക്സിമം മാറിക്കിട്ടി. അതവർ വലിക്കുന്നതിനനുസരിച്ചാണ് മാറുന്നത്. രണ്ട് പൈപ്പ് എന്തിനാന്ന് ചോദിച്ചാൽ ഇങ്ങനെ വലിച്ചു പിടിക്കണം. ഓരോ സെക്ഷനിൽ വലിച്ച് പിടിച്ച് ഈ പൈപ്പ് ഇങ്ങനെ വലിക്കണം. വലിച്ച് നല്ല ടൈറ്റായി പിടിക്കും ഇവർ. ടൈറ്റായി പിടിച്ച് കഴിഞ്ഞ് നൂല് കൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ ടൈറ്റായി കെട്ടി വെക്കും. ഇവർ ഓരോന്ന് ഡാമേജ് ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഒരു ബോക്സിൽ കൂടി ഒരു ഡസ്റ്റ് ഉണ്ടോ എല്ലാം നോക്കിയിട്ടാണ് ഇവർ പാക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് ആകുമ്പോൾ ഈ രണ്ട് പൈപ്പ് ഇവിടുന്ന് എടുത്ത് മാറ്റും. സാരി റെഡി. ഇവിടെ കൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്.